ആ വാഫിൾസിന് ആദ്യം നമുക്ക് മൈദയോ ഗോതമ്പോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് 2 കപ്പോളം മൈദ എടുത്തു. നമുക്ക് ഗോതമ്പ് തന്നെയാക്കാം, മൈദ തന്നെയാക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. മൈദയാകുമ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആകും, അത്രയേ ഉള്ളൂ. 1 കപ്പ് ഗോതമ്പ് 2 കപ്പ് മൈദ എടുത്തു. അങ്ങനെ റേഷ്യോ ഒന്നുമില്ല. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. ഇതിനകത്തൊരു 10-15 എണ്ണത്തിൽ കൂടുതൽ കിട്ടും. 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ, ശകലം 1/4 സ്പൂൺ ഉപ്പ്. നമുക്ക് ഈ ഡ്രൈ പൗഡറിനെ ഒന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞങ്ങൾക്കിവിടെ സൂപ്പർ ഷെഫുണ്ട്. സൂപ്പർ ഷെഫ് എൻ്റെ പേരക്കുട്ടി, കൊച്ചുമകൻ. അതാ മിക്സിങ്ങില്ല, കുക്കിങ് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അത് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്കൊരു മിക്സിക്കകത്തോട്ട് 2 മുട്ട, അത്രയും മാവിന് 2 മുട്ട മതി. 2 മുട്ട അത് മിക്സി അല്ലാതെ തന്നെ പാത്രത്തിൽ വേണമെങ്കിലും അടിക്കാം. മിക്സിക്കകത്താകുമ്പോൾ നല്ലതായിട്ട് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അതൊന്ന് അടിച്ചിട്ട് ഒരു ഇച്ചിരി വാനില എസൻസ്, ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറും. ഒരു സ്പൂൺ വാനില എസൻസ്. ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം. ഒരു 4 സ്പൂൺ പഞ്ചസാര, നമ്മുടെ മധുരത്തിനനുസരിച്ച്. നമ്മളിനിയും വാഴപ്പഴം ഇടുന്നുണ്ട്, ബനാന ഇടുന്നുണ്ട്, അപ്പോൾ മധുരം വരും. അപ്പോൾ ഒരു 4 സ്പൂൺ പഞ്ചസാര ഇട്ട് മതി. ഒത്തിരി അങ്ങ് മധുരം വേണ്ട, അവനവൻ്റെ ആവശ്യത്തിന് ഇടാം, പക്ഷേങ്കിൽ വേണ്ട. അത് നമ്മൾ 2 ബനാന ഇടുന്നുണ്ട്, സാധാരണ 2 ചെറിയ ബനാന, ഏത്തക്ക ഒന്നുമല്ല, നമ്മുടെ വാഴപ്പഴം. അത് 2 എണ്ണം ഇട്ടു. ഒരു മുട്ടയുടെ കൂടി ചേർത്തൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അത് അടിച്ച മാവ് തണ്ട് ഇതിനകത്തോട്ടിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ ഈ പൊടിക്കകത്തോട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് നമുക്കൊരു മിക്സിങ് ആൾ വന്നു. എന്താ മിക്സിങ് ആൾ സൂപ്പർ ഷെഫാണ്. അത് കഴിഞ്ഞ് കുറച്ച് പാൽ കൂടെ എടുത്ത് ഞാൻ ആ മിക്സിക്കകത്തോട്ട് എടുക്കുന്നത്. ഞാൻ മിക്സിക്കകത്ത് മുട്ടയുടെ ഉള്ളതുകൊണ്ട് മിക്സിക്കകത്തോട്ട് പാൽ ഒഴിച്ചെന്നേ ഉള്ളൂ. കുറച്ചൊരു സൺഫ്ലവർ ഓയിൽ ഒരു 3 സ്പൂണ്. ഇല്ലേ ഒരു ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇടാം, ചെറിയൊരു പീസ് ബട്ടർ ഇടാം. ഇല്ലേ ആ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ആ പാലൂടെ മിക്സിക്കകത്തിട്ട് അടിച്ച് ആ പാൽ ഒഴിച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ഇത് ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട് അതുകൊണ്ട് എളുപ്പം സോഫ്റ്റ് ആകും, ഒത്തിരി നേരം വെച്ചേക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാൻ അതിനകത്തോട്ടൊരു, ഇത് ഓപ്ഷനല്ല, ചുമ്മാ ഈ ചോക്ലേറ്റിൻ്റെ ചിപ്സ്, അത് ഓപ്ഷനല്ല, വേണമെന്നൊന്നുമില്ല. അത് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ മാവായി, എൻ്റെ ബാറ്റർ വന്ന് ഒരു ഇഡ്ഡലി മാവിൻ്റെ ആ റേഷ്യോയിലെടുത്ത് നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് വെക്കണമെന്നില്ല. ഇതാ നമ്മുടെ വാഫിൾസിൻ്റെ ഉണ്ടാക്കുന്ന സാധനം. ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച ഇത് ഒരെണ്ണം ഉണ്ടാക്കുന്നതാണ്, വലുതും ഉണ്ട്, 4 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്, 8 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഒന്നുണ്ടാക്കുന്നതാണ് വാങ്ങിച്ച്, നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നില്ല. ഞാൻ മെഷീൻ എടുത്തു, ആമസോണിൽ നിന്ന് വാങ്ങിച്ച് കുറച്ചെണ്ണയൊന്ന് എപ്പോഴൊന്നും എണ്ണ തേക്കട്ടോ. ഒരു പ്രാവശ്യം എണ്ണ തേച്ചാൽ പിന്നെ കുറേ പ്രാവശ്യം എണ്ണ വേണ്ട. ആ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് മെഷീൻ ചൂടാകാൻ വെച്ചു. അതിൻ്റെ ലൈറ്റ് കത്തും, ആ ലൈറ്റ് മഞ്ഞ ലൈറ്റ് വന്നു. മെഷീൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അത് കോരി ഒഴിക്കും. ഒരു തവിയല്ല, ആ ചെറിയ തവിക്ക് തവി ബാറ്റർ തട്ടി ഇങ്ങനെ ഇരിക്കണം. ബാറ്റർ ഇഡ്ഡലി മാവ് പോലിരിക്കണം, അത്രയും മതി. എന്നിട്ട് അത് അടച്ച് വെച്ചാൽ തന്നെ ഓട്ടോമാറ്റിക് ഓഫാകും. വേകുമ്പോൾ ആ ലൈറ്റ് ഓഫാകും. ഒരു മിനിറ്റ് കണ്ട, ഇപ്പോൾ ഇത് ഓഫായി. നമുക്കിങ്ങനെ എടുക്കാം. കണ്ട, ഇത്രയേ ഉള്ളൂ സംഭവം. അങ്ങനെ എടുത്തു. തിരിച്ചും അതുപോലെ നമ്മുടെ വാഫർ റെഡിയായി. ഇതിപ്പോൾ ഓൺ ചെയ്ത് തന്നെ ഇരിക്കുക, ചൂടായിട്ടിരിക്കുക. തിരിച്ചും അതുപോലെ നമുക്ക് ഒഴിക്കാം. ലൈറ്റ് ഓഫാകുമ്പോൾ നമ്മൾ എടുക്കുക, തന്നെ ഇളകുക. ഇനി എണ്ണയൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഓരോ എണ്ണ മതി. നല്ല സോഫ്റ്റ്, കൈ പൊള്ളും. അദ്ദേഹം എടുക്കണം, സൂപ്പർ ഷെഫ് എടുക്കുന്നത്. ചൂട് കാണും ഇച്ചിരി.
അതും എടുത്തു. അതുപോലെ നമുക്ക് മുഴുവൻ കോരി ഒഴിക്കുക. 10-15 എണ്ണത്തിന് മേലെ കിട്ടും. ഇങ്ങനെ നമ്മുടെ വാഫർ റെഡിയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിള്ളേരെ കളിപ്പിക്കാൻ ഉണ്ടാക്കാം. സൂപ്പറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇംഗ്ലീഷുകാരുടെ ഫുഡ്